Hello friends, Technique in the Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് രണ്ട് ക്യാമറാസ് ആണ്. Moto 1 Fusion Plus ന്റെ 64 മെഗാപിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും അതിന്റെ ഒപ്പം തന്നെ കമ്പയർ ചെയ്യുന്നത് Redmi Note 9 Pro Max ന്റെ 64 മെഗാപിക്സൽ ക്യാമറ സെറ്റപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു കമ്പാരിസൺ ആണ് Redmi Note 9 Pro Max with Moto 1 Fusion Plus. അപ്പോൾ ഇത് രണ്ടിലും ഒരുപാട് സിമിലാരിറ്റീസ് ഇൻ ടേംസ് ഓഫ് ക്യാമറ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ചെയ്യുകയുണ്ടായി. അപ്പോൾ നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ Moto 1 Fusion Plusൻ്റെ ക്യാമറ റിവ്യൂ നമ്മൾ ചെയ്തായിരുന്നു. വളരെ നല്ലൊരു ക്യാമറയായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് Moto 1 Fusion Plusഉം Redmi Note 9 Pro Maxും ആണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ കമ്പാരിസൺ. അപ്പോൾ നമ്മൾ ക്യാമറ കാര്യം പറയുകയാണെങ്കിൽ Moto 1 Fusion Plusൽ വരുന്നത് സാംസങ്ങിൻ്റെ GW1 സെൻസറാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് f1.8 അപ്പേച്ചറാണ് വരുന്നത്. ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു 5 മെഗാപിക്സൽ മാക്രോ ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാണ്ട് തന്നെ റെഗുലറായി വരുന്ന ഒരു ഡെപ്ത് സെൻസറും ഇതിനകത്തുണ്ട്. ഇനി Redmi Note 9 Pro Maxൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വീണ്ടും 64 മെഗാപിക്സൽ സാംസങ് GW1 സെൻസറാണ്. f1.9 അപ്പേച്ചറാണ് വരുന്നത്. ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 5 മെഗാപിക്സൽ മാക്രോ സെൻസർ, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ. അപ്പോൾ രണ്ട് ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം രണ്ടിലും എക്സാക്ട് സെയിം ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്യുന്നത്. രണ്ടും 64 മെഗാപിക്സൽ ക്യാമറയാണ്. അപ്പോൾ രണ്ട് സെയിം ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സെൽഫി ക്യാമറയും കൂടെ പറയാം. ഇതിനകത്ത് വരുന്നത് 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് Redmi Note 9 Pro Maxൽ വരുന്നത്. ഇവിടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു പോപ്പ് ക്യാമറയാണ് Moto 1 Fusion Plusൽ. അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസ് നോക്കാം, ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് നോക്കാം. അപ്പോൾ രണ്ട് ഫോണിലും 4K at 30 FPS സപ്പോർട്ട് ഉണ്ട്. അതിൽ Moto 1 Fusion Plusന് 4K 30 FPS ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ഇൻക്ലൂഡഡ് ആണ്. രണ്ട് ഫോണിലും 1080p at 30 and 60 FPS സപ്പോർട്ടഡ് ആണ്. 30ൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റി കാണുമ്പോൾ ഉടൻ തന്നെ എടുത്ത് കാണാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ Moto 1 Fusion Plusൻ്റെ കളേഴ്സ് വളരെ നാച്ചുറൽ കളേഴ്സാണ്. പക്ഷേ Redmi Note 9 Pro Maxൻ്റെ കളേഴ്സ് വളരെ സാച്ചുറേറ്റഡ് കളേഴ്സാണ്. അപ്പോൾ നാച്ചുറൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും Moto 1 Fusion Plusൻ്റെ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെടുക. കാരണം വളരെ നാച്ചുറലിസ്റ്റിക് അല്ലെങ്കിൽ റിയലിസ്റ്റിക് കളേഴ്സാണ് വരുന്നത്. ബൂസ്റ്റഡ് കളേഴ്സ് Redmi Note 9 Pro Maxലാണ് ഓഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടിലും ഓൾമോസ്റ്റ് ഗുഡ് കളർ റിപ്രൊഡക്ഷൻ ആണ് വരുന്നത്. നല്ല ഡീറ്റെയിൽസ്, നല്ല ഷാർപ്നെസ് ലെവൽസാണ്. വീണ്ടും ഇവിടെയും മോട്ടോറോളേൻ്റെ ക്യാമറയാണ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയ ക്യാമറ. Redmi Note 9 Pro Maxൻ്റെ കുറച്ചും കൂടി ബൂസ്റ്റഡ് കളേഴ്സാണ് വരുന്നത്. അപ്പോൾ നാച്ചുറൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Moto 1 Fusion Plus ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ നമ്മൾ സൂം ഇൻ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ഡീറ്റെയിൽസും കുറേ കൂടി ഷാർപ്പർ ഇമേജസ് ആണ് Moto 1 Fusion Plus ഓഫർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം Redmi Note 9 Pro Maxൻ്റെ കളേഴ്സ് വളരെ സാച്ചുറേറ്റഡ് ആയി കാണാം. അപ്പോൾ ഓവറോൾ നമ്മൾ ഇതിൻ്റെ ഡേ ലൈറ്റ് ഷോട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് കളേഴ്സ് അല്ലെങ്കിൽ ബൂസ്റ്റഡ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ Redmi Note 9 Pro Max ആയിരിക്കും ബെറ്റർ. അല്ലാത്തവർക്ക് നാച്ചുറൽ കളേഴ്സിന് Moto 1 Fusion Plus ആണ് ബെറ്റർ. ഇനി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഡ്ജസ് എല്ലാം വളരെ സോഫ്റ്റ് ആണ് Moto 1 Fusion Plusൻ്റെ. ഇവിടെ Redmi Note 9 Pro Max ആണ് കുറച്ചും കൂടി ഓവറോൾ ബെറ്റർ ക്ലാരിറ്റി നൽകുന്നത്. ഇനി ക്ലോസപ്പ് ഷോട്ട്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വളരെ അധികം ഡിഫറൻസ് കാണാൻ സാധിക്കും. Motorola 1 Fusion Plusൻ്റെ കളേഴ്സ് വീണ്ടും റിയലിസ്റ്റിക് കളേഴ്സാണ്. അതായത് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് കളർ റിപ്രൊഡക്ഷൻ ഓഫർ ചെയ്യുന്നത്. Redmi Note 9 Proയിലാണെങ്കിൽ വളരെയധികം സാച്ചുറേറ്റഡ് ഇമേജസ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇനി രണ്ടിലും ക്ലോസപ്പ് ഷോട്ട്സിൽ മാക്രോ ഓഫർ ചെയ്യുന്നുണ്ട്. 5 മെഗാപിക്സൽ മാക്രോ സെൻസറാണ്. ഇവിടെ രണ്ടും തന്നെ ഈക്വലി ഗുഡ് എന്ന് പറയാം. രണ്ടിലും നല്ല രീതിയിലാണ് മാക്രോ സെൻസർ വർക്ക് ചെയ്യുന്നത്. രണ്ടിലും തന്നെ മാക്രോ വീഡിയോസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി പോർട്രേറ്റ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് കാണാം രണ്ടിലും ഗുഡ് പോർട്രേറ്റ്സ് എന്ന് പറയാം. ഇവിടെ ഒരു കാര്യം സെപ്പറേറ്റ് ചെയ്യുന്നത് Moto 1 Fusion Plusനേക്കാളും ബെറ്റർ എഡ്ജ് ഡിറ്റക്ഷൻ Redmi Note 9 Pro Max ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ പോർട്രേറ്റ്സിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് Redmi Note 9 Pro Max ആണ് തോന്നിയത്. ഇനി ലോ ലൈറ്റ് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് Moto 1 Fusion Plusൻ്റെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയി വരുന്നത്. നോയ്സ് കുറവാണ്. അതേപോലെ തന്നെ ഡീറ്റെയിൽസും തന്നെ Moto 1 Fusion Plus ആണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നിയത്. ഇനി എക്സ്ട്രീം ലോ ലൈറ്റ് ക്യാപ്ചേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കാണുന്നത് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും കാണാൻ സാധിക്കുന്നത് Moto 1 Fusion Plus ആണ് കുറച്ചും കൂടി ബെറ്റർ ആയ ലോ ലൈറ്റ് പിക്ചേഴ്സ് ഓഫർ ചെയ്യുന്നത്.
അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഫോണിലും നൈറ്റ് മോഡ് ഇട്ട് ഫോട്ടോസ് എടുക്കാം. നൈറ്റ് മോഡ് പ്രോബ്ലി എനിക്ക് തോന്നുന്നത് Redmi Note 9 Pro Max ആയിരുന്നു കുറച്ചും കൂടി ബെറ്റർ ആയ നൈറ്റ് മോഡ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇനി നമുക്ക് സെൽഫി ക്യാമറ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയി തോന്നിയത് Moto One Fusion Plus ആണ് കുറേ കൂടെ നാച്ചുറൽ ലുക്കിംഗ് സെൽഫീസ് തരുന്നത്. അപ്പോൾ സെൽഫീസ് വീണ്ടും പേഴ്സണൽ ചോയ്സ് ആണ്. കാരണം ചിലർക്ക് കുറച്ചും കൂടെ വൈറ്റനിങ് ഇഷ്ടപ്പെടുന്നവർക്കുണ്ട്, അല്ലെങ്കിൽ ഫേസ് ബ്യൂട്ടിക്ക് ഇഷ്ടപ്പെടുന്നവർക്കുണ്ട്. അങ്ങനത്തെവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു Redmi Note 9 Pro Max ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ. പക്ഷേ നാച്ചുറൽ സെൽഫീസ് ആണ് വേണമെങ്കിൽ തീർച്ചയായിട്ടും Moto One Fusion Plus ആണ് ബെറ്റർ. ഇനി വീണ്ടും നമ്മൾ പോർട്രേറ്റ് സെൽഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയും എഡ്ജ് ഡിറ്റക്ഷൻ Redmi Note 9 Pro Maxലായിരുന്നു കുറച്ചും കൂടി ബെറ്റർ. മോട്ടോൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. This is the front facing camera sample taken with the Moto One Fusion Plus. It can record videos in 1080p resolution, so you can judge yourself how good the clarity of the video is and also the audio output from the front camera on the Moto One Fusion Plus. So this is the front facing camera sample taken with the Redmi Note 9 Pro Max, and this can record videos in 1080p resolution, so you can judge yourself how good the clarity of the video is and also the audio output from the front camera on the Redmi Note 9 Pro Max. അപ്പോൾ ഇതായിരുന്നു Moto One Fusion Plusൻ്റെയും Redmi Note 9 Proൻ്റെയും ഒരു ക്യാമറ കമ്പാരിസൺ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, രണ്ടും ഈക്വലി ഗുഡ് ക്യാമറ സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ വളരെ നാച്ചുറൽ കളേഴ്സാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും Moto One Fusion Plus ആണ് നല്ല ബെറ്റർ ഓപ്ഷൻ. കാരണം വളരെ നല്ല നാച്ചുറൽ കളേഴ്സാണ്, നല്ല കളർ റീപ്രൊഡക്ഷനാണ് Moto One Fusion Plus ഓഫർ ചെയ്യുന്നത്. പക്ഷേ അതേപോലെ തന്നെ പലർക്കും കുറേ കൂടെ വൈബ്രൻറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടും. വൈബ്രൻറ്റ് എന്ന് പറഞ്ഞാൽ കുറേ കൂടെ നല്ല റിച്ച് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കളേഴ്സാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ Redmi Note 9 Pro Max ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കുറച്ചുകൂടി സാച്ചുറേറ്റഡ് ആണ് കളേഴ്സ് എല്ലാം. വീഡിയോ റെക്കോർഡിങ്ങിൽ 4K EI സപ്പോർട്ടഡ് ആണ് Moto One Fusion Plusൽ. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആണെങ്കിലോ Redmi Note 9 Pro Max ആയിരുന്നു കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ആണെങ്കിൽ രണ്ടിലും ഈക്വലി ബെറ്റർ ആയിരുന്നു. മാക്രോ ഫോട്ടോസും രണ്ടും നല്ലതായിരുന്നു. വീണ്ടും നാച്ചുറൽ കളേഴ്സാണ് മോട്ടോ ഓഫർ ചെയ്യുന്നത്. Redmi Note 9 Proൻ്റെ കുറച്ചുകൂടെ സാച്ചുറേറ്റഡ് ആയിരുന്നു. സെൽഫി എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Moto One Fusion Plus ആയിരുന്നു ബെറ്റർ. കാരണം നല്ല റിയലിസ്റ്റിക് സെൽഫീസ് ആയിരുന്നു. ഒട്ടും തന്നെ സെൽഫീസ് വൈറ്റനിങ് എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. ഇത് വീണ്ടും ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. കാരണം ചിലർക്ക് കുറേ കൂടെ വൈറ്റൻഡ് ഫോട്ടോസാണ് സെൽഫീസിൽ പൊതുവെ ഇഷ്ടപ്പെടുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ് ഇവിടെ പറയുന്നത്. കുറച്ചും കൂടെ റിയലിസ്റ്റിക് സെൽഫീസ് Moto One Fusion Plus ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു ഒരു ക്യാമറ കമ്പാരിസൺ Redmi Note 9 Pro Max വേഴ്സസ് Moto One Fusion Plus. അപ്പോൾ ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ രണ്ടും തന്നെ നല്ലൊരു മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺസ് ആണ് 20,000 പ്രൈസ് സെഗ്മെൻറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു ക്യാമറ കമ്പാരിസൺ ആയിട്ട് വരുന്നവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ.